സ്തോത്രം. ഇന്നത്തെ കർത്താവ് നമ്മളോട് വലിയ കാര്യങ്ങൾ ഇന്ന് രാത്രി കാലം നമ്മളോട് സംസാരിക്കും. ദൈവത്തിന് നമ്മളോട് ദൈവത്തിന് സംസാരിക്കാനുണ്ട്. അങ്ങനെയെങ്കിൽ കർത്താവ് എന്നോട് സംസാരിക്കണം. എന്റെ ജീവിതത്തിനകത്തൊരു വലിയ മാറ്റം ഉണ്ടാകണം. ഇതിനകത്ത് കടന്നു വന്ന എല്ലാ പ്രാവശ്യം പറഞ്ഞതുപോലെ സ്തോത്രം, വെറുതെ ആരും കടന്നു പോകരുത്. ദൈവത്തിൽ നിന്ന് എല്ലാം പ്രാപിച്ച് നമ്മൾ ഇതിനകത്ത് നിന്ന് ഇറങ്ങിപ്പോകാവുള്ളൂ. നമ്മൾ ഒത്തിരി മെസ്സേജുകൾ കേട്ടിട്ടുണ്ട്. എന്നാൽ നമ്മൾക്ക് ആ മെസ്സേജിന് ഒത്തവണ്ണം, ആ ദൈവവചനത്തിന് ഒത്തവണ്ണം നമ്മുടെ ജീവിതത്തിനകത്ത് പലപ്പോഴും വിടുതൽ ലഭിക്കാത്ത മേഖലകളുണ്ട്. സ്തോത്രം. ഒരുപക്ഷെ കർത്താവ് മറുപടി തരേണ്ട സമയത്ത് ആ സമയം തക്ക സമയമാണ്. ചിലത് ദൈവം നമ്മുടെ ജീവിതത്തിനകത്തെ കുറവുകൾ കൊണ്ട് ആ മറുപടി തരുവാൻ ദൈവം താമസിക്കുന്നു. ചില മേഖലയിൽ പെട്ടെന്ന് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നു. അപ്പൊ ഇത് പ്രവർത്തിക്കുന്നതെല്ലാം ഒരു വ്യക്തി തന്നെയാണ്, കർത്താവായ യേശു തന്നെയാണ്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനുഷ്യരായതുകൊണ്ട് പല സ്വഭാവങ്ങളിൽ ജീവിക്കുന്ന വ്യക്തികളായതുകൊണ്ട്, സ്തോത്രം, പല മറുപടികളും ഒന്ന് നമ്മുടെ സ്വഭാവത്തിന്റെ ദൈവസന്നിധി ഒരു ക്രമീകരണം പ്രാപിക്കാത്തത് മൂലം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കുറയുന്നു. ചിലത് പെട്ടെന്ന് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നു. ചിലത് സ്തോത്രം ഹല്ലേലൂയ തക്ക സമയത്ത് മറുപടി തരുന്നു. ഇപ്പോൾ എന്നോട് ആ ദൈവം ഇടപെട്ട ഒരു കാര്യമാണ്, നമ്മുടെ ജീവിതത്തിനകത്ത് എന്തുകൊണ്ടാണ് ആ മറുപടി ലഭിക്കാത്തതെന്ന് നമ്മൾ തന്നെ ഒന്ന് അത്യാവശ്യമായി അന്വേഷിക്കേണ്ടത് ഉറപ്പായ ഒരു കാര്യമാണ്. അവരവർ തന്നെ. സ്തോത്രം. എന്തുകൊണ്ടാ കർത്താവേ, ഞാൻ ഒത്തിരി മെസ്സേജുകൾ കേട്ടു, എന്റെ കുറവാണോ അതോ എന്റെ ജീവിതത്തിനകത്ത് ഉള്ള പ്രതിസന്ധിയാണോ? സ്തോത്രം. അപ്പൊ നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു കുടുംബത്തിൽ 4 പേരുണ്ടെങ്കിൽ 4 സ്വഭാവം. എന്റെ മെസ്സേജിലേക്കൊന്നും ഞാൻ വരുന്നതിന് ദൈവം ഉയർപ്പിച്ച കാര്യം പറഞ്ഞ് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നമ്മുടെ കുടുംബത്തിനകത്ത് 4 പേരുണ്ടെങ്കിൽ 4 സ്വഭാവക്കാരൻ. ഒരാള് ശക്തമായി ദൈവത്തെ വിളിക്കുന്നവരാണ്, ഒരാൾ ചിലപ്പോൾ ദൈവത്തെ വിളിക്കാത്തവരാണ്. സ്തോത്രം. ചിലത് ഒട്ടും വിളിക്കാത്തവരാണ്. അപ്പോൾ ദൈവം കർത്താവ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിച്ചാൽ പിതാവ് പുത്രൻ മഹത്വപ്പെടുത്തേണ്ടി ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും. അത് വാസ്തവമായി സത്യമായി ചെയ്തു തരുമെന്ന ദൈവവചനം. നിങ്ങൾ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിച്ച. എന്നാൽ 4 സ്വഭാവക്കാരായതുകൊണ്ട് ഒരു കാരണവശാലും ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഇന്ന് രാത്രി കാലം ഒരു ജീവിതത്തിനകത്ത്, ഒരു കുടുംബത്തിനകത്ത് ഒരു വിടുതൽ വേണമെങ്കിൽ ആ 4 പേരുടെയും ജീവിതത്തിനകത്ത് ദൈവവുമായിട്ടുള്ള അഭേദ്യമായ ബന്ധമുണ്ടായാൽ വലിയ അത്ഭുതങ്ങൾ നടക്കും. അങ്ങനെയെങ്കിൽ നമ്മുടെ സഭകളെല്ലാം കൂടെ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന ആ അനുഭവം നമ്മുടെ ജീവിതത്തിനകത്ത് ഓർത്തേ. ദൈവമക്കളെ, ഈ ദിവസങ്ങൾ നമ്മൾ ഉണരണം. സഹോദരിമാരാണെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു ഇതിനകത്ത് കൂടുതലുള്ളത്. സ്തോത്രം. നമ്മൾ ഈ ദിവസങ്ങൾ ഉണരണം. നമ്മൾ മറ്റുള്ളവരെ ശ്രേഷ്ഠരെന്ന് എണ്ണണം. നമ്മൾ ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ വേല, കർത്താവ് പറഞ്ഞിട്ടുണ്ട്, എന്നെ തൊടുന്നവർ എന്റെ കണ്ണിലെ കൃഷ്ണമണിയെ തൊടുന്നു. ആമീൻ. ദൈവവചനമാണ്. ആമീൻ. എന്നെ തൊടുന്നവൻ എന്റെ കണ്ണിലെ കൃഷ്ണമണിയെ തൊടുന്നവൻ IPCയിലെ പാസ്റ്ററെ തൊട്ടാലും, ചർച്ച് ഓഫ് ഗോഡിലെ പാസ്റ്ററെ തൊട്ടാലും, AGയിലെ പാസ്റ്ററെ തൊട്ടാലും, ഇനി ഇൻഡിപെൻഡന്റ് ചർച്ച് നടത്തുന്ന പാസ്റ്ററെ തൊട്ടാലും ദൈവമക്കളെ ആരുടെ കണ്ണിൽ തൊടുന്നെന്നാ പറഞ്ഞേക്കുന്നേ. അപ്പൊ ഈ ഒരു സ്തോത്രം, ഒരു ബോധ്യം എനിക്ക് നിങ്ങൾക്ക് ഉണ്ടാകണം. ഈ ദിവസങ്ങളിൽ ഞാൻ മീറ്റിംഗ് ചെയ്യുന്നിടത്തെല്ലാം ഞാൻ പറയുന്നത്, അഭിഷിക്തന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ദൈവദാസന്മാർക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കണം. ആമീൻ. എന്താ കാരണമെന്ന് പറഞ്ഞാൽ, ഒരു മറിയ ചിലതൊക്കെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാൻ തയ്യാറായപ്പോൾ, ചില വേദനകളെയും നിന്ദകളെയും പരിഹാസങ്ങളെയും സ്തോത്രം ദൈവസന്നിധിയിൽ അത് ഏൽക്കാൻ തയ്യാറായപ്പോൾ, സകലത്തിന്റെ അധിപതിയായ ക്രിസ്തു മറിയയുടെ ഉദരത്തിലേക്ക് ഉരുവായി. നോക്കിയേ, ആ മറിയയിൽ നിന്ന് തുടരുന്ന
ഒരു സ്ത്രീയിൽ നിന്നായ ആ മറിയയിൽ നിന്ന് തുടരുന്ന ആ മറിയ ചില വേദനകൾ സഹിക്കാൻ തുടങ്ങിയപ്പോൾ, ചില പ്രശ്നങ്ങളെ തരണം ചെയ്യുവാൻ ദൈവകൃപ അവിടെ മേൽ വന്നപ്പോൾ, അവൾ അതിനായി വില കൊടുത്തപ്പോൾ ചില ദൈവപ്രവൃത്തി വെളിപ്പെട്ടു. ഇന്ന് രാത്രികാലം ദൈവാത്മാവ് ശക്തമായി പറയുക, ചില മറിയമാര് കരയാൻ തയ്യാറാണെങ്കിൽ ചില ദൈവപ്രവൃത്തി കുടുംബത്തിനകത്തും സഭയ്ക്കകത്തും വെളിപ്പെടും. സ്തോത്രം. നമ്മുടെ ലക്ഷ്യം വാസ്തവമായി സുവിശേഷം ഭൂമിയുടെ അറ്റം വരെ വ്യാപരിക്കണമെന്നുള്ള ആ മോഹമാണെങ്കിൽ, സത്യമായും അതിനുവേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നു എങ്കിൽ, ആ സ്തോത്രം വ്യക്തിക്ക് പോലും മുഖപക്ഷം അവിടെ കാണിക്കാൻ കഴിയത്തില്ല. ആമേൻ. എന്താ കാരണം? അത് ഞാൻ കാരണം തന്നെ എന്റെ ബൈബിൾ വാക്യത്തിലേക്ക് പോരുക. അപ്പോസ്തല പ്രവൃത്തി സ്തോത്രം 2-ാം അധ്യായം 1-ാം വാക്യം. ദൈവാത്മാവ് നമ്മളെ ദൈവത്തിന്റെ നിയോഗത്തോടെ ദൈവിക നടത്തിപ്പിലൂടെ തന്നെ പോകട്ടെ. സ്തോത്രം. എന്താണ് അപ്പോസ്തല പ്രവൃത്തി? നോക്കിക്കേ, പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും, കണ്ടോ, എല്ലാവരും, അടുത്ത വാക്യം കണ്ടോ, ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. ആമേൻ. എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ച് കൂടിയിരുന്നു. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ ജനമെന്ന ഞാനും നിങ്ങളും പേർ പറയുമ്പോൾ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിനകത്ത് സത്യമായിട്ടും ഹൃദയത്തിൽ തൊട്ട് പറയാവോ, എല്ലാവരും ഒന്നാണ്? പറ്റത്തില്ല. കണ്ടോ, പിശാച് ഉപായത്താൽ കയറുന്ന കണ്ടോ? പറ്റത്തില്ല. എല്ലാരും ഒന്നാണ് ഹൃദയത്തിൽ തൊട്ട് നമുക്ക് ആത്മാർത്ഥമായി പറയാൻ പറ്റുമോ? നിങ്ങൾ ഏത് സഭയിലാ നിൽക്കുന്നേ? നിങ്ങളുടെ തൊട്ടപ്പുറത്ത് വേറെ സഭയുണ്ട്, സത്യമായിട്ടും ഒന്നാന്ന് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. പറ്റത്തില്ലാത്തടത്തോളം കാര്യം എന്തോ നടക്കത്തില്ല. കണ്ടോ? പക്ഷെ നമുക്ക് പറയാൻ ഈ ദിവസം ദൈവാത്മാവ് ഈ വചനം നമ്മളോട് ഇടപെട്ടപ്പോൾ നമുക്ക് ഈ ദിവസങ്ങളിൽ പറയാൻ ദൈവമുള്ള കൃപ തരും. കാരണം നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവേ പെന്തക്കോസ്ത് നാൾ വന്നതുപോലൊരു നാൾ വരണമേന്ന്. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? പക്ഷെ പെന്തക്കോസ്ത് നാൾ വന്നതുപോലൊരു നാൾ വരണമെങ്കിൽ എന്തോ വരണം? അവരെല്ലാവരും ഒന്നിച്ചു, അവരെല്ലാവരും ഒരുമനപ്പെട്ടു, അവരെല്ലാവരും ഐക്യമത്യപ്പെട്ടു. സ്തോത്രം. ആമേൻ. അന്നേരം അവിടെ എന്തോ നടന്നു? ദൈവപ്രവൃത്തി വെളിപ്പെട്ടു. അതുകൊണ്ടാ കർത്താവ് പറഞ്ഞ, 2 പേർ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിച്ചാൽ പിതാവ് പുത്രൻ മഹത്വപ്പെടേണ്ടത് ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും. ഇവിടെ നോക്കിക്കേ, പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചുകൂടി. സ്തോത്രം. അപ്പോൾ ഒന്നാമതായി നമ്മുടെ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടണമെങ്കിൽ ഒരു മന ഉണ്ടാകണം. സ്തോത്രം. ഹാലേലൂയ. എന്നാലേ അവിടെ ഒരു ദൈവപ്രവൃത്തി ഉണ്ടാകത്തുള്ളൂ. ഇനി നമ്മുടെ പഴയ കാലം, എനിക്കറിയത്തില്ല, ഞാനിപ്പോ ഒരു 13 വർഷമൊക്കെ ആയുള്ളൂ യേശുവിനെ അറിഞ്ഞിട്ട്. നിങ്ങൾക്കറിയാം, ഞാനൊരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു വളർന്നതാണ്. എനിക്കൊരു യൂട്രസ് സംബന്ധമായ ഒരു അസുഖം ഉണ്ടാകുകയും, എത്ര പേർ സാക്ഷ്യം കേട്ടിട്ടുണ്ട്? അങ്ങനെയുള്ളവരൊന്ന് കൈ വെക്കുകയെ. ഓക്കെ, സ്തോത്രം. ഓക്കെ, ബാക്കി ആന്റിമാരൊക്കെ കുറച്ചുപേര് കേട്ടിട്ടില്ല, അവർക്ക് വേണ്ടി. ഞാൻ മുസ്ലിം കുടുംബത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. 5 നേരം നിസ്കരിച്ച് അള്ളാഹുവിനെ വിളിച്ച് ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം എന്റെ ജീവിതത്തിനകത്തുണ്ടായിരുന്നു. എനിക്കൊരു യൂട്രസ് സംബന്ധമായ ഒരു അസുഖമുണ്ടായി. പല ഹോസ്പിറ്റലും പല പള്ളികളിലും ഒക്കെ കയറി ഇറങ്ങി ഒരു വിടുതലും ഇല്ലാതിരിക്കുന്ന സമയത്താ ഞാൻ യേശുവിനെ അറിയുന്നത്. ഞാൻ ഡിസംബർ 25-ന് ജനിച്ചത്.
യേശുക്രിസ്തു ജനിച്ചതിന്റെ അന്ന് ഞാനും ജനിച്ചു എന്നല്ലാതെ എനിക്ക് കൂടുതലൊന്നും അറിയത്തില്ല. യേശുക്രിസ്തു ക്രിസ്ത്യാനികളുടെ ദൈവമാ. ഹിന്ദുക്കൾക്ക് 30 ദൈവങ്ങളുണ്ട്. അള്ളാഹു മുസ്ലിങ്ങളുടെ ദൈവം. അങ്ങനെ ഞാൻ വിചാരിച്ചിരുന്നു. സ്തോത്രം, ഹാലേലിയ. അതുകൊണ്ട് യേശു എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി മരിച്ചെന്നോ അടക്കപ്പെട്ടെന്നോ ഉയർത്തെഴുന്നേറ്റെന്നോ ഒന്നും എനിക്കറിയത്തില്ല. ആരും എന്നോട്ട് പറഞ്ഞിട്ടുമില്ല. എന്റെ വീടിന്റെ തൊട്ടും മുന്നിലാണെങ്കിൽ എന്റെ തൊട്ടപ്പുറത്താണ് ബെന്തിക്കോസിൽ പോകുന്ന ആന്റി ഉണ്ട്. പക്ഷെ അവരാരും പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ മുസ്ലിങ്ങളായോണ്ട് പേടി കൊണ്ടോണ്ടായിരിക്കാം അവർ പറയാഞ്ഞത്. പക്ഷെ ഇന്ന് രാത്രി കാലം നിങ്ങളുടെ ചുറ്റുപാടുമുള്ള മതസ്ഥർ ആണെങ്കിലും നിങ്ങൾ അവരോട് സുവിശേഷം പറഞ്ഞേക്കണം. ഇന്ന് നിങ്ങൾ മരിച്ചാൽ നിങ്ങളുടെ ചുറ്റുപാടുമുള്ളവരോട് സുവിശേഷം പറഞ്ഞോ ഇല്ലയോ നിങ്ങളോട് ചോദിക്കും. അതിന് നിങ്ങൾ ഉത്തരവാദിയാണ്. സ്തോത്രം. ഒന്നുമല്ലെങ്കിൽ ഒരു മൈക്ക് സെറ്റ് വെച്ചിട്ട് നിങ്ങളുടെ സാക്ഷ്യവും പറഞ്ഞ് യേശു രക്ഷകൻ എന്ന് റോഡിൽ നിന്ന് വിളിച്ചു പറഞ്ഞേക്കണം നിങ്ങളുടെ ചുറ്റുപാടിൽ. സ്തോത്രം, ഹാലേലൂയ. അപ്പൊ അതുകൊണ്ട് എന്നോട് പറഞ്ഞിട്ടില്ല യേശു മരിച്ചത് പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ എന്റെ വിവാഹശേഷം എന്റെ വീടിന്റെ അടുത്തുള്ള ഒരു ഇവാഞ്ചലിക്കൽ ചർച്ചിൽ പോകുന്ന ഒരു സഹോദരി, ഞങ്ങൾ ഭയങ്കര കൂട്ടാണ്. അപ്പം ആ ചേച്ചി യേശുവിനെ കുറിച്ചൊന്നും ആദ്യം ഇങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. യേശു രക്ഷകനാണെന്നോ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണോ മരിച്ചെന്നോ ഒന്നും ചേച്ചി പറഞ്ഞിട്ടില്ല. കാരണം ഞാൻ 5 നേരം നിസ്കരിച്ച് അള്ളാഹുവിനെ വിളിച്ച് രാത്രി 12 മണിക്ക് എണ്ണിച്ച് നിസ്കരിക്കുന്ന എന്നോട് പറഞ്ഞ അവർക്കറിയാം ഞാൻ അംഗീകരിക്കത്തിരുന്നു. എന്നാൽ ഈ അസുഖം ഉണ്ടായ സമയത്ത് എന്റെ കുഞ്ഞുങ്ങളെ വിടണമെങ്കിൽ ഈ ചേച്ചിയുടെ വീടിന്റെ മുറ്റത്തൂടെ പോണം. പോയിട്ട് തിരികെ വരുന്ന സമയത്ത് ഈ ചേച്ചി എന്നും രാവിലെ ഒന്നി ഹാർവസ്റ്റ് അല്ലെ പവർ വിഷൻ ഇങ്ങനെ വെച്ചേക്കും. സ്തോത്രം. ഇങ്ങനെ ഓരോ മെസ്സേജുകൾ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ചേച്ചി ഇങ്ങനെ ഇത് കേട്ടോണ്ട് ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു ദിവസം ഒരു ദൈവദാസന്റെ മെസ്സേജ് 9 മണിക്ക് നടക്കുകയാണ്. കുഞ്ഞുങ്ങളെ ഞാൻ സ്കൂളിൽ വിട്ടിട്ട് തിരിച്ചു കയറി വരുമ്പോൾ ഞാൻ നോക്കിയപ്പോ അനേകർ വീൽ ചെയറിൽ വരുന്നു. തിരികെ പോകുമ്പോൾ ഈ വീൽ ചെയർ എടുത്തുകൊണ്ട് പോകുന്ന ഒരു കാഴ്ച കണ്ടു. അപ്പൊ ഞാൻ ആദ്യം ഓർത്തിട്ട് കള്ളത്തരം. കാരണം ഈ ക്രിസ്ത്യാനികളെല്ലാം കള്ളന്മാരാ, പ്രത്യേകിച്ച് ബെന്തിക്കോസുകാര്. കാരണം ഇവരെല്ലാ വീടുകളിലും കയറി ആൾക്കാരെ എന്തു ചെയ്യുക, മതം മാറ്റുക. അപ്പൊ നമ്മളൊരു പാട്ടും പാടും ബെന്തിക്കോസ് ചേരണം ഇങ്ങനെ കളിയാക്കും. സ്തോത്രം. കാരണം എല്ലാ പ്രാവശ്യം എത്ര ഓടിച്ചു വിട്ടാലും ഒരാളെ പറഞ്ഞു വിട്ടാലും അടുത്ത ആള് വരും. ഇവർ ട്രാക്ട് കൊണ്ടുവരും. നമ്മുടെ എല്ലാം മനസ്സിൽ അങ്ങനെയാണല്ലോ മതം മാറ്റുക എന്നുള്ള ചിന്ത. കാരണം നമ്മൾക്ക് എപ്പോഴും ദൈവമക്കളെ നമ്മുടെ മുന്നിൽ എപ്പോഴും ചില വിചാരങ്ങളുണ്ട്. സ്തോത്രം. നമ്മൾ എപ്പോഴും വിധിക്കുന്നവരാ. പക്ഷെ അതിന്റെ അകത്ത് പുറത്തുള്ള അർത്ഥങ്ങൾ ഞാനും നിങ്ങളും മനസ്സിലാകുന്നില്ല. അത് പറഞ്ഞപ്പോ ദൈവമക്കളെ സ്തോത്രം, പെട്ടെന്ന് ദൈവം എന്നോട് ഇടപെട്ട ഒരു വാക്യമാണ്. സ്തോത്രം. എന്താ നമ്മൾ ഈ ജീവിതത്തിനകത്ത് വളരെ പ്രശ്നത്തിനകത്തൂടെയും പ്രതിസന്ധിക്കകത്തൂടെയും മറ്റുള്ളവരുടെ കാര്യങ്ങൾ പറയാനൊക്കെ വലിയ ഇൻട്രസ്റ്റ് ഉള്ളവരാ നമ്മള്. പക്ഷെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിനകത്ത് ഈ പറഞ്ഞതുപോലെ ഇപ്പൊ ബെന്തിക്കോസുകാരിലായപ്പോ ഞാൻ മുസ്ലിം ആയതുകൊണ്ട് ബെന്തിക്കോസ് നിൽക്കുന്ന അനുഭവത്തിലുള്ളവരെ നമ്മളൊരു വിധിച്ചു. അവരെന്ത് ചെയ്തു? അവരങ്ങനാണ് വീടുകളിൽ കയറി മതം മാറ്റിയ. എന്നാൽ ബൈബിൾ ഒന്ന് പറയുന്നത് എന്താ നോക്കി. എന്നെ ഈ ദിവസങ്ങളിൽ ഇന്നലെ ദൈവം ഈ വചനം കണ്ടപ്പോ വല്ലാതെ ചിന്തിച്ചു. പുറപ്പാട് പുസ്തകം ഞാൻ സാക്ഷ്യത്തിലേക്ക് വരുമെങ്കിൽ അതിനോടനുബന്ധിച്ച് ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കുന്ന ഒരു വാക്യമാണ്. 21 പുറപ്പാട് 23:1 നിങ്ങൾ കണ്ടോ? വ്യാജ വർത്തമാനം പരത്തരുത്, കള്ളസാക്ഷിയായിരിക്കാൻ ദുഷ്ടനോട് കൂടെ ചേരരുത്. സ്തോത്രം. കണ്ടോ? ഞാൻ മുമ്പേ പറഞ്ഞു, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാത്ത 3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്നെന്താ? നമ്മുടെ പാപം. പക്ഷെ നമ്മുടെ കാര്യത്തിനകത്ത് നമ്മൾ പോലും അറിയാതെ നിസ്സാര കാര്യങ്ങളാ. നമ്മൾ ഈ 66 പുസ്തകം എത്ര എന്ന് പറഞ്ഞാലും അരച്ചും കലക്കിയും ഒന്നും കുടിക്കത്തില്ല. ഈ 66 പുസ്തകം ഓരോന്നും വെച്ച് എന്താ കർത്താവ് ഇങ്ങനെ, എന്താ കർത്താവ് ഇങ്ങനെ. പ്രത്യേകിച്ച് ക്രിസ്ത്യാനിയായി ജനിച്ചാൽ അല്ലെ ബെന്തിക്കോസ് അനുഭവത്തിൽ ജനിച്ച വ്യക്തികൾ കൂടുതൽ എന്ത് ചെയ്യത്തില്ല, ഞാൻ തുറന്നു പറയാം, പ്രാധാന്യം ഇതിന് കൊടുക്കത്തില്ല. കാരണം എന്നാ, ഞാനിപ്പം മുസ്ലിം ആയിരുന്നു ജനിച്ചുകൊണ്ട്
അപ്പോൾ ഖുർആന് വലിയ പ്രാധാന്യം എന്ത് ചെയ്തില്ല. പിന്നെ ഇത് മനസ്സിലാക്കിയപ്പോൾ ഇത് മൊത്തം എന്തോ ഇതിനകത്ത് എന്താ കിടക്കുന്നതെന്ന് കാര്യങ്ങൾ മനസ്സിലായി. ബൈബിൾ കോളേജിൽ വന്ന് പഠിക്കാൻ കൂടുതൽ നോക്കിയപ്പോഴാണ് ഈ തർജിമ കിട്ടി, ഖുർആൻ കൂടുതൽ പഠിക്കാൻ. ദൈവമേ, ഇതായിരുന്നോ ചുമന്നുകൊണ്ട് നടന്നേ? അത് വായിക്കുമ്പോൾ അറുപ്പും വെറുപ്പും തോന്നുമോ? ദൈവമേ, ഇങ്ങനെ ആയിരുന്നോ? സ്തോത്രം. മനസ്സിലായോ? അതുപോലെ നമ്മൾ ഈ ജനിച്ചു വളർന്ന അതിനകത്ത് വലിയ എന്തോ കൊടുക്കത്തില്ല. ബൈബിള് കയ്യിലുണ്ടെങ്കിലും പ്രാധാന്യം കൊടുക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ പക്ഷെ പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മൾ പക്ഷെ ഉപവസിക്കുന്നുണ്ട്. 21 ഇരിക്കുന്നുണ്ട്, 40 ഇരിക്കുന്നുണ്ട്, 7 ഇരിക്കുന്നുണ്ട്. അഭിഷിക്തന്മാരെല്ലാം വരുമ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ട്, അവർക്ക് നന്മ കൊടുക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് വേണ്ടവണ്ണം എന്തോ കിട്ടുന്നില്ല ദൈവമക്കളെ. ഒരനുഗ്രഹം കിട്ടുന്നില്ല. കേട്ടോ? ദൈവം നമ്മുടെ വെള്ളയ്ക്ക പോലുള്ള തലയ്ക്കകത്ത് നമ്മൾ ദൈവത്തെ, എനിക്കറിയത്തില്ല നിങ്ങൾ ഇപ്പോൾ എങ്ങനെ മനസ്സിലാക്കും, അല്ലെ എങ്ങനെ അത് പക്ഷെ ഞാൻ ദൈവത്തെ പഠിച്ചെടുത്തോളം എന്റെ ഒരു സ്വഭാവവും എന്റെ ഒരു വിളച്ചിലും ദൈവസന്നിധി നടക്കത്തില്ല. നമ്മളൊന്ന് ഓർത്തേ, നമ്മുടെ ഭർത്താവിന്റെ മുമ്പിൽ നമ്മുടെ എന്തെങ്കിലും വിളച്ചിൽ നടക്കൂ? സാരം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ എന്തെങ്കിലും ഒരു അഹങ്കാരം നമ്മുടെ നടക്കുവോ? അങ്ങനെയെങ്കിൽ ഞാൻ മനസ്സിലാക്കാനാ പറയുന്നത്, സർവശക്തനായ ദൈവത്തിന്റെ മുമ്പിൽ ദൈവം സത്യമാണെന്ന് നമ്മൾ അറിഞ്ഞു. അറിയാത്തവരുടെ കാര്യമല്ല, ദൈവം സർവശക്തനാണെന്ന് അറിഞ്ഞു നമ്മൾ. അപ്പോൾ എന്നെ ഈ വാക്യം ചിന്തിച്ചപ്പോഴാ ദൈവമക്കളെ ഞാൻ പറഞ്ഞത്. ഏതാ? പുറപ്പാട് 23. വ്യാജ വർത്തമാനം പരത്തരുത്. കള്ളസാക്ഷിയായിരിക്കാൻ ദുഷ്ടന്മാരുടെ ചേരരുത്. ബഹുജനത്തെ അനുസരിച്ച് ദോഷം ചെയ്യരുത്. ന്യായം മറച്ചു കളയാൻ ബഹുപക്ഷം ചേർന്ന് വ്യവഹാരത്തിൽ സാക്ഷ്യം പറയരുത്. കണ്ടോ? അടുത്ത എന്താ? ദരിദ്രന്റെ വ്യവഹാരത്തിൽ അവനോട് പക്ഷം കാണിക്കും. അപ്പൊ ഇതിനകത്ത് എനിക്കും നിങ്ങൾക്ക്, എന്നോടും കൂടെ ചേർത്ത, എന്നോട് ദൈവാത്മാവ് ഇടപെട്ടതും എന്നോട് ഇടപെടാത്ത ഒരു കാര്യം ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ പോലും അറിയാതെ വ്യാജവർത്തമാനം പരത്തുന്നില്ലേ? എനിക്ക് ഉറപ്പായിട്ട് അറിയാം, തമ്പുരാന് നമ്മൾ ഓർക്കും വലിയ പാപം ചെയ്ത വേറെ വലിയ അതൊന്നും അല്ല നമ്മുടെ ജീവിതത്തിനകത്ത്. നമ്മളെ ഒത്തിരി ഒരുക്കിയല്ലേ നമ്മുടെ അപ്പൻ ഇത്രയും കൊണ്ടുവന്നേ. സ്തോത്രം. 15 വർഷമായ 2 വ്യക്തി 10 വർഷമാണ്, 10 വർഷമായ അതേ സ്വഭാവത്തിലാണ് ഇന്ന് നിൽക്കുന്നത്. അല്ല, നമ്മുടെ ജീവിതത്തിനകത്തുള്ള ചെറിയ ചെറിയ കറകളെ, പാപങ്ങളെ കർത്താവ് ചൊരണ്ടു, അല്ലേ? ചൊരണ്ടു. നമ്മുടെ ജീവിതത്തിനകത്തെ പാപക്കറകൾ ചൊരണ്ടാൻ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവപ്രവൃത്തി. ചിലരെന്ത് ചെയ്യുന്നറിയാവോ? നമ്മൾ ഇന്ന പാപമുണ്ട്, നമ്മൾ ഇത് ഉപേക്ഷിക്കണമെന്ന് പറയുമ്പോൾ ദൈവമക്കളെ അപ്പളെ കട്ടാക്കി ഇറങ്ങിപ്പോകും. കാരണം എന്താ അവർക്ക് കാരണം? അവർക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, വിടുതൽ പ്രാപിക്കാൻ കഴിയുന്നില്ല. അവരെ അതിനുവേണ്ടി എന്ത് ചെയ്യത്തില്ല, ആ വിടുതലിന്റെ അനുഗ്രഹത്തിന്റെ അടുത്തേക്ക് അവരെ കൊണ്ടും. ചിലപ്പോൾ നിസ്സാര ഒരു കാര്യമായിരിക്കാം, ദൈവത്തിന് പ്രവർത്തിക്കാൻ നിസ്സാരം ഒരു കാര്യമായിരിക്കാം. ചിലപ്പോൾ പല അഭിഷിക്തന്മാര് വരുമ്പോൾ അവരുടെ ഒരു വാക്കായിരിക്കാം നമ്മുടെ ഹൃദയത്തിനകത്ത് ആഴമായി പരിശുദ്ധാത്മാവ് പതിയിപ്പിക്കുന്നത്. അത് നമ്മൾ ആരും അറിയാതെ ചിലപ്പോൾ നമുക്ക് തന്നെ തോന്നും, ഇല്ല ഞാൻ അങ്ങനൊന്നും ഇല്ല. പക്ഷെ പരിശുദ്ധാത്മാവ് നമ്മൾ ഇടപെടുമ്പോൾ നമ്മൾ ആരും അറിയാതെ, കർത്താവേ ഇന്ന സ്വഭാവമുണ്ട്, ആർക്കു പറഞ്ഞില്ലേലും ദൈവാത്മാവ് എന്നോട് ഇടപെട്ടല്ലോ, എന്റെ സ്വഭാവത്തെ മാറ്റിത്തരണമേ. ഒരുപക്ഷെ ഭർത്താവ് അത് അറിയുന്നില്ല, ഭാര്യ അറിയുന്നില്ല, മക്കൾ അറിയുന്നില്ല. ആ ഒരു സമർപ്പണത്തിന് മുമ്പിൽ സ്വർഗം ഇറങ്ങും. അങ്ങനെയുള്ളവരെ അപ്പൻ ഏറ്റവും ഇഷ്ടം. ആമേൻ. ആ സമർപ്പണത്തിന് മുമ്പിൽ ഹോളി സ്പിരിറ്റ് നമുക്ക് എന്തോ ചെയ്യും? തുണ നിൽക്കും.
ഞാൻ വിശ്വസിക്കുന്നു ഇതിനകത്ത് ആമേൻ ചില ദൈവപ്രവൃത്തി ദൈവം വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ ദൈവമക്കളെ, നമ്മളോട് ദൈവം സംസാരിക്കുക, വ്യാജ വർത്തമാനം പരത്തരുത്. ഇപ്പൊ എനിക്ക് സിബി സിസ്റ്ററെ അറിയത്തില്ല, സിബി സിസ്റ്ററിന്റെ ഒരു കാര്യം എനിക്ക് അറിയത്തില്ല. ഞാൻ ഇപ്പൊ സൂമി വന്ന് ഇങ്ങനെ ഈ മുഖം കണ്ടതേ ഉള്ളൂ. പക്ഷെ ഉടനെ വേറൊരാള് പറയാ, ആന്റി അങ്ങനാ ഇങ്ങനാ, അല്ല എന്നെ തന്നെ പറയാം അങ്ങനെ പറഞ്ഞാൽ എനിക്ക് ആന്റിയുമായി യാതൊരു ബന്ധവുമില്ല, ഒരറിവുമില്ല. എവിടേക്കോ ഒരു മീറ്റിംഗ് സിസ്റ്റർ തന്നെ ചിലപ്പോ കണ്ടിട്ടുണ്ടായിരിക്കാം, ചിലപ്പോ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ അത്രയും ഒരു അറിവേ ഉള്ളൂ. പക്ഷേ നമ്മുടെ ഫോണിൽ എന്നെ കുറിച്ചും അല്ലെ സിസ്റ്ററെ കുറിച്ചും വരുമ്പോൾ ഞാൻ ഒന്നും അറിയാതെ ഷെയർ ചെയ്യുമ്പോൾ, ദൈവമക്കളെ കണ്ടോ, നമ്മുടെ കൈ അതിന് ഉപകാരമായി, നമ്മുടെ കണ്ണ്, ഹൃദയം, നമ്മുടെ ഭർത്താവ്, നമ്മുടെ കുഞ്ഞുങ്ങൾ, ഇതെല്ലാം ദൈവസന്നിധി വന്നു. ബൈബിൾ പറയുന്നു, വിതയ്ക്കുന്നത് കൊയ്യപ്പെടും. നമ്മൾ എന്താ വിതച്ചത്? കണ്ടോ, അനുഗ്രഹത്തിന് തടസ്സം കണ്ടോ? നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതോ ഞാനും നിങ്ങളും എന്താ വിതച്ചേ? അത് കൊയ്യും. നല്ലത് വിതച്ചാൽ നല്ലത് കൊയ്യും. മറ്റുള്ളവരെ കൈത്താങ്ങിയാൽ നമ്മുടെ പ്രതിസന്ധിക്കകത്ത് തമ്പുരാൻ നമുക്ക് വഴിയൊരുക്കും. മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടിയാൽ നമ്മുടെ ജീവിതത്തിൽ താഴ്ത്തിക്കെട്ട് എല്ലാവരുടെ താഴ്ത്തിക്കെട്ടും. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തോ, ബൈബിള് പറയുന്നത് എന്ത് ചെയ്യും? കൊയ്യും. ഇന്ന് രാത്രി കാലം നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു അനുഗ്രഹങ്ങൾ പ്രാപിക്കണമെങ്കിൽ ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു ഒരുക്കം പ്രാപിക്കണം. ഒന്നാമതായി നമ്മൾ അപ്പോസ്തല പ്രവർത്തികൾ അവർ ഐക്യമത്യപ്പെട്ടു പ്രാർത്ഥിച്ചു. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് ഈ ദിവസം, കർത്താവേ, നമ്മൾ ഏത് സഭയ്ക്കകത്തും ആയിക്കോട്ടെ, അത് ദൈവം നമ്മളെ ആ സഭയിലാക്കി വെച്ചിരിക്കുക. പക്ഷെ ലോകമെമ്പാടുമുള്ള ദൈവമക്കളെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് നോർത്ത് ഇന്ത്യക്ക് വേണ്ടി. ഈ ദിവസങ്ങളിൽ നമ്മൾ നോർത്ത് ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മൾ അഭിഷിക്തന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ ഒരു ദൈവദാസൻ അല്ലെ ഒരു ദൈവദാസി അല്ലെ ഒരു ദൈവ മക്കൾ അവരുടെ ജീവിതത്തിനകത്ത് ഏതെങ്കിലും ഒരു വിധത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഞാനും നിങ്ങളും ഒന്ന് ഷെയർ ചെയ്യത്തില്ല. കണ്ടോ? പക്ഷെ ഇന്ന് രാത്രികാലം നമ്മൾ പ്രാർത്ഥിക്കും. നമുക്ക് തെറ്റുകൾ കാണാം, നമ്മുടെ കൺമുമ്പിൽ തെറ്റുകളാണ്. പക്ഷെ ഒരു ദൈവ പൈതൽ അങ്ങനെ അന്ന് ആരാണ് ഉദാഹരണം? കർത്താവായ യേശു ക്രിസ്തു. എന്താ ഉദാഹരണം? അപ്പോസ്തലനായ പത്രോസ് കർത്താവിന്റെ കൂടെ നടന്നു, ഒന്നിച്ചു ഫുഡ് കഴിച്ചു, അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും ചെയ്യുന്നത് കണ്ടു. ദൈവമക്കളെ, 3 വട്ടം കോഴി കൂവുന്നതിന് മുമ്പേ പറയുമെന്ന് ആർക്കറിയാം? യേശുവിനറിയാം. അറിയാവോ? പക്ഷെ യേശു എന്തോ ചെയ്തു? ഇവിടെ പ്രത്യേകതയാണാ വരുന്നേ. യേശു കൂടെ ചേർത്ത് നിർത്തി. യേശു കൂടെ കൊണ്ട് നടന്നു. എന്നിട്ട് യേശു പറഞ്ഞു, നീ 3 വട്ടം കോഴി കൂകുന്നതിന് മുമ്പേ എന്നെ തള്ളി പറയും. എന്നിട്ടും ആ ബന്ധം കുറഞ്ഞു അവിടെ. ഇതാ നമ്മളോട് പറഞ്ഞ ക്രിസ്തുയേശുവിന്റെ ഭാവം നമ്മളിൽ ഉണ്ടായിരിക്കണം. നമ്മൾ ഒന്നാന്ന് പറയുന്നുണ്ട്. സ്തോത്രം. നമ്മൾ ഒരുമനെയാന്ന് പറയുന്നുണ്ട്. പക്ഷെ ഓരോരുത്തരെ ഹൃദയം ഒന്ന് തൊട്ട് നോക്കിയ ദൈവമക്കളെ, മറ്റുള്ളവർ അനുഗ്രഹം പ്രാപിക്കുമ്പോൾ, ഒരു സഭയിൽ കുറെ ആത്മാക്കൾ വരുമ്പോൾ കണ്ടോ വിടുതലിന് തടസ്സം കണ്ടോ? അല്ല നമ്മുടെ ഉപവാസത്തിന്റെയോ പ്രാർത്ഥനയുടെയോ കുറവുണ്ടോന്നും അല്ല, തമ്പുരാൻ നമ്മളെ അനുഗ്രഹിക്കാത്തതിന്റെ ഈ നിസ്സാര കാര്യങ്ങളാ. കാരണം യേശു പറഞ്ഞു, ക്രിസ്തുയേശുവിന്റെ ഭാവം നിങ്ങളിൽ
ഉണ്ടായിരിക്കട്ടെ. ഇത് ക്രമീകരിക്കാൻ ജനം തുടങ്ങിയപ്പോൾ അവിടെ എന്തോ നടന്നു? വായിക്കാം, നമുക്ക് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് ഞാൻ വായിക്കുക. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. എവിടാ നിറഞ്ഞത്? അവർ ഇരുന്നിരുന്ന വീട്. ഇനി നമുക്ക് വായിക്കാം. സ്തോത്രം. ഇതെല്ലാം പരിശുദ്ധാത്മാവ് ദൈവവചനത്തിൽ കൂടെ തന്നെ നമ്മൾ ഇടപെടത്തുള്ളൂ. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം 18-ാം അധ്യായം 17-ാം വാക്യം. ആ വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: ആകയാൽ എന്റെ വാക്ക് കേൾക്കാം, ഞാൻ ഒരു ആലോചന പറഞ്ഞു തരാം. ദൈവം നിന്നോട് കൂടെ ഇരിക്കും, നീ ജനത്തിനു വേണ്ടി ദൈവസന്നിധിയിൽ ഇരിക്കുക. ഇത് ആരോട് പറഞ്ഞ കാര്യമാ? ദൈവം മോശയോട് പറഞ്ഞ കാര്യമാണ്. നമുക്കറിയാം, പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇനി ആരാണ് മോശ? സ്തോത്രം. 3-ാം അധ്യായം നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയുന്ന ആരാണ് ജനം. നോക്കിയേ, പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം നിങ്ങൾ ബാക്കി എല്ലാവരും എടുക്കണം. വാക്യത്തിൽ കൂടെ തന്നെയാണ് നമ്മൾ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും വചനം പറയുകയും ചെയ്യുന്നത്. 3-ാം അധ്യായം 9-ാം വാക്യം നോക്കിക്കോണേ. 3-ാം അധ്യായം 9-ാം വാക്യം വായിക്കുന്നതിന് മുമ്പേ 4-ാം അധ്യായം 10-ാം വാക്യം വായിക്കാം. മോശ യഹോവയോട്, കർത്താവേ, മുമ്പേ തന്നെയും നീ അടിയനോട് സംസാരിച്ച ശേഷവും ഞാൻ വാക്സാമർത്ഥ്യമുള്ളവനല്ല, ഞാൻ വിക്കനും തടിച്ച നാവുള്ളവനുമാകുന്നു എന്ന് പറഞ്ഞു. അതിന് യഹോവ അവനോട്, മനുഷ്യന് വായി കൊടുത്തതാർ, ഊമനെയും ചെകിടിനെയും കാഴ്ചയുള്ളവനെയും കുരുടവനെയും ഉണ്ടാക്കിയ ആർ? യഹോവയായ ഞാനല്ലയോ? ആകയാൽ നീ ചെല്ലുക, ഞാൻ നിന്റെ വായോട് കൂടെ ഇരുന്ന നീ സംസാരിക്കേണ്ടതാ നിനക്ക് ഉപദേശിച്ചു തരുമെന്ന അരുളി ചെയ്തു. ഇത് മോശയോട് ദൈവം സംസാരിച്ച കാര്യം. എന്തിനു വേണ്ടിയാണ് ദൈവമക്കളെ ഈ മോശയോട് ദൈവം സംസാരിച്ചത്? ഇനിയും വരാം. 3-ാം അധ്യായം, പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 9-ാം വാക്യം. ഇസ്രായേൽ മക്കളുടെ നിലവിളി എന്റെ അടുക്കൽ എത്തിയിരിക്കുന്നു. കണ്ടോ? ആരുടെ നിലവിളിയാ? ദൈവത്തിന്റെ ജനത്തിന്റെ നിലവിളി എന്റെ അടുക്കൽ എത്തിയിരിക്കുന്നു. മിസ്രയീമർ അവരെ ഞെരുക്കുന്ന ഞെരുക്കവും ഞാൻ കണ്ടിരിക്കുന്നു. ആര്? ദൈവം. ആകയാൽ വരിക, നീ എന്റെ ജനമായ ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിക്കേണ്ടനാ, ഞാൻ നിന്റെ ഫറവോന്റെ അടുക്കൽ അയക്കും. മോശ ദൈവത്തോട്, ഫറവോന്റെ അടുക്കൽ പോകുവാനും ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിപ്പിക്കാനും ഞാൻ എന്തുമാത്രമുള്ളൂ. കണ്ടോ? ഇവിടെ ഒരു യോഗ്യതയും ഇല്ലാത്ത സ്വയം പറയുന്ന ഒരു മോശ. ആരായി മോശയെ തെരഞ്ഞെടുക്കുന്നേ? ദൈവം. ഈ മോശ, എനിക്ക് കഴിവില്ല കർത്താവേ, എനിക്ക് വാക്സാമർത്ഥ്യമില്ല കർത്താവേ, എന്റെ നാവ് തടിച്ച കർത്താവേ, ദൈവമേ എന്നൊക്കെ പറയുമ്പോൾ ദൈവം അവന് ബലം കൊടുത്തോ? എങ്ങനെ നിൽക്കുന്നവരെ ദൈവമക്കളെ വിടിവിക്കുവാനാ? സ്തോത്രം. മിസ്രയീമിന്റെ ഞെരുക്കത്തിൽ കിടക്കുന്ന, അവരുടെ നിലവിളി കേൾക്കുന്ന, അവരെ രക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവം ആവിൻ മോശയെ തിരഞ്ഞെടുക്കുക. നിങ്ങൾ ശ്രദ്ധിക്കണമേ, നമുക്ക് കഴിയുന്നുണ്ട് മോശ ഇസ്രായേൽ ജനത്തിനെ സ്തോത്രം മിസ്രയീമിന്റെ അടിമത്വത്തിൽ നിന്ന് വിടുവിച്ചോ ഇല്ലയോ? വിടുവിച്ചു എന്ന് കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണമേ, ഇവരെന്താ പറഞ്ഞു? ഇവരുടെ ഞെരുക്കം, ഇവരുടെ വേദന, ഇവരുടെ പ്രശ്നം, ഇവരുടെ പ്രതിസന്ധി, ഇവർക്ക് ഒരു വിടുതലും എന്തോ ഇല്ല. നിങ്ങൾ ആ വാക്യം കണ്ടോ? നോക്കി, ചുമ്മാ നമ്മൾ ആ വാക്യം വായിച്ചു പോകല്ല്. മിസ്രയീമർ അവരെ ഞെരുക്കുന്ന ഞെരുക്കവും ഞാൻ കണ്ടിരിക്കുന്നു. സ്തോത്രം. ഇപ്പൊ ഈ ഒരു പേപ്പർ നോക്കി, ഇത് ഞെരുക്കുന്ന അവസ്ഥ നിങ്ങളും ചിന്തിച്ചേ.
അപ്പൊ ഒരു ജനത്തെ ഇതുപോലെ പിടിച്ച് ഞെരുക്കി വെച്ചിരിക്കാതെ അങ്ങോട്ടും പോകാൻ പറ്റത്തില്ല, ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത അവസ്ഥയാ. ഈ അവസ്ഥയിൽ കിടക്കുന്ന ഒരു വ്യക്തിയെ ആരാ വിടുവിക്കാതിരിക്കുന്നത്? ഉണ്ടോ? നമ്മുടെ ചിന്ത കണ്ടോ ദൈവമക്കളെ? നമ്മുടെ ചിന്തയ്ക്ക് അതീതമായി ചെയ്യുന്ന ദൈവം. നമ്മുടെ വെള്ളയ്ക്ക പോലുള്ള തലയ്ക്കകത്ത് ഇത്ര നമ്മളൊരു വര വെച്ചേക്കും, എനിക്ക് ഇത്രേ പറ്റൂ, എനിക്ക് ഇത്രയ്ക്കേ പറ്റത്തുള്ളൂ, എനിക്ക് ഇപ്പൊ പറ്റത്തില്ല, അല്ലേ? സ്തോത്രം. പക്ഷെ ദൈവത്തിന് എന്തും ചെയ്യാൻ കഴിയും. അപ്പൊ ഇവിടെ മോശ പറയുക, കർത്താവെ പറ്റത്തില്ല, കഴിയത്തില്ല. മോശയ്ക്ക് പേടിയായി. പക്ഷെ ആ മോശയെ ദൈവം കണ്ടോ ഒരുക്കിയെടുത്ത് ജനത്തെ പുറത്തു കൊണ്ടുവരിക. ഇങ്ങനെ പുറത്തു കൊണ്ടുവരുന്ന സമയത്താണ് പുറപ്പാട് 32-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. നമുക്കറിയാം, ഞാൻ ചുരുക്കിയാണ് ആ വാക്യങ്ങളൊക്കെ സ്തോത്രം പറയുന്നത്, കാരണം സമയം. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിലേക്ക് വരെ. എന്നാൽ മോശ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുവാൻ താമസിക്കുന്നു എന്ന് ജനം കണ്ടപ്പോൾ, സ്തോത്രം, അതിനു മുമ്പേ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് കർത്താവ് എന്ത് ചെയ്തു? ജനത്തെ വിടുവിച്ചു, അത്ഭുതങ്ങൾ നടത്തി, പല ബാധകൾ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു. അങ്ങനെ ഒരു തരത്തിൽ കൂടെ ജനത്തെ കർത്താവ് തന്നെ കൂടെ ഇരുന്ന ജനത്തെ വിടുവിച്ചു കൊണ്ടുവന്നപ്പോൾ കർത്താവ് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ മോശ എവിടെ കയറി പോവാം? പർവ്വതത്തിൽ കയറി പോവാം. സ്തോത്രം. നമുക്കറിയാം, വചനം ഒത്തിരി അറിയാവുന്ന ദൈവമക്കൾ അതിനകത്ത് എല്ലാം, അതുകൊണ്ട് എനിക്ക് നന്നായി അറിയാം. അപ്പൊ 32-ാം അധ്യായത്തിൽ എന്താ ഇവിടെ കണ്ടേ? എന്നാൽ മോശ കണ്ടോ, ജനത്തെ വിടുവിച്ചു കൊണ്ടുവന്നു, ജനം ദൈവസന്നിധിയിൽ സംസാരിച്ചു, ഇതൊക്കെ ഒന്നിച്ച് ദൈവമായിട്ട് നടന്നു. ആ ഞെരുക്കമൊക്കെ അങ്ങ് മാറിയില്ലേ? എല്ലാം മാറി. ആ ഒരു ഇതിൽ പോയപ്പോൾ ഞെരുക്കുന്ന നിലവിളിയാ. നിങ്ങൾ ഈ ശ്രദ്ധിക്കണം ഈ വാക്യം. എന്താ ഞാൻ പറയാം? എന്താണ് നോക്കണേ? ഇസ്രായേൽ മക്കളുടെ നിലവിളി എന്റെ അടുക്കൽ എത്തിയിരിക്കുന്നു. നിലവിളി, ഞെരുക്കവും. അപ്പൊ ഇവര് കിടന്ന് നിലവിളിക്കുകയാണ്. ദൈവം മോശയെ തെരഞ്ഞെടുക്കും. മോശ കഴിയത്തില്ലെന്ന് പറഞ്ഞപ്പോഴും മോശയെ കൊണ്ട് ദൈവം സമ്മതിപ്പിക്കുകയാണ്. അതിനുള്ള കൃപ ദൈവം കൊടുക്കുകയാണ്. കൂടിനി അഹരോനെയും കൂടെ കൊടുക്കുകയാണ്. കണ്ടോ, ഇതെല്ലാം ദൈവം ചെയ്തു കഴിഞ്ഞിട്ട് 32-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്, മോശ ദൈവത്തോട് സംസാരിക്കാൻ കയറിപ്പോയി. ആർക്കു വേണ്ടി? ഇസ്രായേൽ ജനത്തിനു വേണ്ടി. ഈ ജനത്തിനു വേണ്ടി ഇടിവിൽ നിൽക്കുക ആര്? മോശ. ദൈവമക്കളെ, നമ്മൾ ചിന്തിച്ചോണം, ഈ കാലഘട്ടത്തിലും ദൈവത്തിനു വേണ്ടി ഇടിവിൽ നിൽക്കുന്ന വ്യക്തികളുണ്ട്. നമ്മൾ ഓരോരുത്തരും ദൈവസന്നിധിയിൽ മോശമാരാ. സ്തോത്രം, ഹാലേലിയ. ഇവിടെ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോ നോക്കിക്കേ, എന്താ ഇവിടെ കാണുന്നേ നോക്കിക്കേ. എന്നാൽ മോശ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ താമസിക്കുന്നു എന്ന് ജനം കണ്ടപ്പോൾ ജനം അഹരോന്റെ അടുക്കൽ വന്നുകൂടി അവനോട്, നീ എഴുന്നേറ്റ ഞങ്ങളുടെ മുമ്പിൽ നടക്കേണ്ടതിന് ഒരു ദൈവത്തെ ഉണ്ടാക്കി തരിക. എങ്ങനുണ്ട് ദൈവമക്കളെ? ദൈവം ഞെരുക്കം കണ്ട് നിലവിളി കേട്ട് അവിടെ അനങ്ങാതിരുന്ന മോശെ, കഴിവില്ലെന്ന് പറഞ്ഞ മോശെ അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ച് ദൈവം കൂടെ ഇരുന്ന്, അതിന് നമുക്കറിയാം ബാക്കി ഈ സ്തോത്രം 4-ാം അധ്യായം കഴിഞ്ഞ് 5, 6, 7, 8 ഒക്കെ ഇങ്ങോട്ട് വായിക്കുമ്പോൾ മോശ കൊടുത്ത വില ഭയങ്കരമാ. ജനമാണെങ്കിൽ അവർക്കൊന്നും അറിയണ്ട. പക്ഷെ മോശ എല്ലാം ദൈവസ്ഥനിൽ ദൈവത്തിന് പ്രാപിച്ച് ദൈവത്തിന്റെ കൈപ്പലകിൽ എഴുതി കൊടുത്ത ആ വിശുദ്ധ പ്രമാണങ്ങളും 10 കൽപ്പനകളും ഇതെല്ലാം ദൈവമക്കളെ എഴുതി ദൈവസന്നിധി ഇരുന്ന് പ്രാപിച്ച് ഇറങ്ങി വരുമ്പോൾ ഇത്രയും ജനത്തെ രക്ഷിക്കുവാൻ വേണ്ടി 40 ലക്ഷം അധികം ജനത്തെ രക്ഷിക്കുവാൻ വേണ്ടി ദൈവസന്നിധിയിൽ കരഞ്ഞ് തിരിച്ചിറങ്ങി വരുമ്പോൾ ജനത്തിന്റെ സ്വഭാവം എങ്ങനാ? സ്തോത്രം. നോക്കി എങ്ങനെ വായിക്കുക നമ്മൾ വാക്യത്തിൽ കൂടെ തന്നെ. ജനം കണ്ടപ്പോൾ 32-ാം അധ്യായം, പുറപ്പാട് പുസ്തകം 32 നമ്മൾ വായിക്കുന്നത്,
എന്നാൽ മോശ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുവാൻ താമസിക്കുന്നു എന്ന് ജനം കണ്ടപ്പോൾ ജനം അഹരോന്റെ അടുക്കൽ വന്നുകൂടി അവനോട്, നീ എഴുന്നേറ്റ് ഞങ്ങളുടെ മുമ്പിൽ നടക്കേണ്ട ഒരു ദൈവത്തെ ഉണ്ടാക്കി തരിക. അടുത്ത വാക്യം എന്തോ എഴുതിയേക്കുന്നേ? ഞങ്ങളെ മിസ്രയീം ദേശത്ത് പുറപ്പെടുവിച്ച് കൊണ്ടുവന്ന പുരുഷനായ ഈ മോശയ്ക്ക് എന്തു ഭവിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ലല്ലോ. സത്യമായിട്ടും ഇവർ ദൈവത്തെ കണ്ടിറങ്ങിയതാണോ മോശയെ കണ്ടിറങ്ങിയതാണോ? ആമേൻ. ദൈവത്തെ കണ്ടിറങ്ങിയാണോ മോശയെ കണ്ടിറങ്ങിയാണോ? വാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു മോശയെ കണ്ടിറങ്ങി. മോശയെ കണ്ടിറങ്ങിയത് കൊണ്ട് മൊത്തം ആർക്കാ കുറ്റം? മോശയ്ക്കാണ് കുറ്റം. അപ്പൊ മോശയോട് പറയുകയാണ്, കൂടെ നിൽക്കുന്ന അഹരോനോട്, മോശയല്ല അഹരോനോട് എന്താ പറഞ്ഞേ? അഹരോന്റെ അടുക്കൽ വന്നുകൂടി അവനോട്, നീ എഴുന്നേറ്റ് ഞങ്ങളുടെ മുമ്പിൽ നടക്കേണ്ട ഒരു ദൈവത്തെ ഉണ്ടാക്കി തരിക. സ്തോത്രം. ഇസ്രായേൽ ജനമാ, മിസ്രയീമിന്റെ അടിമത്തത്തിൽ കിടന്ന ജനമാ. അവരാ വേദനയും പ്രതിസന്ധിയും കഷ്ടതയും ഞെരുക്കവും ഞെരുക്കിയ ജനമാ. പക്ഷെ അത് കഴിഞ്ഞ് അവർക്കൊരു അനുഗ്രഹം ലഭിച്ചപ്പോൾ ദൈവമക്കളെ വീണ്ടും അവരെന്തിലേക്ക് പോയി? പഴയതിലേക്ക് പോയി. സ്തോത്രം. എന്താ ഈ വാക്യം ഞങ്ങൾ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെടുവിച്ച് കൊണ്ടുവന്ന പുരുഷനായി മോശയ്ക്ക് എന്തു ഭവിച്ചു എന്നും ഞങ്ങൾ അറിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അഹരോൻ അവരോട്, നിങ്ങളുടെ പുത്രന്മാരുടെയും പുത്രിമാരുടെയും കാതിലെ പൊൻകുണുക്ക് പറിച്ച് എന്റെ അടുക്കൽ കൊണ്ടുവരുവിനെന്ന് പറഞ്ഞു. ജനമൊക്കെയും തങ്ങളുടെ കാതിൽ നിന്ന പൊൻകുണുക്ക് പറിച്ച് അഹരോന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ അത് അവരുടെ കയ്യിൽ വാങ്ങി ഒരു കൊത്തുളി കൊണ്ട് ഭാഷ വരുത്തി ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി. അപ്പോൾ അവർ, ഇസ്രായേലേ, ഇത് നിന്നെ മിസ്രയീം ദേശത്ത് കൊണ്ടുവന്ന നിന്റെ ദൈവം ആകുന്നു എന്ന് പറഞ്ഞു. അഹരോൻ അത് കണ്ടാറെ അതിനു മുമ്പേ ഈ യാഗപീഠം പണിതു. നാളെ ഒരു യഹോവയ്ക്ക് ഉത്സവം ആചരിക്കണം. സ്തോത്രം. നിങ്ങൾ ഈ വാക്യം ശ്രദ്ധിച്ചോ ദൈവമക്കളെ? ദൈവം കൊണ്ടുവന്ന, രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന ഈ ജനം ദൈവത്തിൽ നിന്ന് അകന്ന് വീണ്ടും അവരെതിലേക്ക് പോയി? അടിമത്തത്തിലേക്ക് പോയി. എന്തോ ദൈവം പറഞ്ഞേ? നോക്കണം. ഇതാ വഴിയിൽ നിന്നെ കാക്കേണ്ടതിന് ഞാൻ നിയമിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകേണ്ടതിനും ഞാനൊരു ദൂതനെ നിന്റെ മുമ്പിൽ അയക്കുന്നു എന്ന് പറഞ്ഞെടുത്ത്, വിഗ്രഹങ്ങളെ ഉണ്ടാക്കല് വാർത്തെടുക്കരുത് എന്ന് പറഞ്ഞെടുത്ത്, കൽപ്പന കൊടുത്തെടുത്ത്. സ്തോത്രം. 20-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. എന്താണ്? നോക്കിയേ, ദൈവം മോശയോട് പറഞ്ഞു, 20-ാം അധ്യായം 4-ാം വാക്യം, ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്, മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലെങ്കിലും യാതൊന്നിന്റെ പ്രതിമയരുത്. ദൈവമക്കളെ, ഇത് മോശ വായിച്ച് ഓൾറെഡി കേൾപ്പിച്ച് കാണി ജനത്തെ, അല്ലേ? പക്ഷെ അവർ അനുസരിച്ചോ? ഇല്ല. അപ്പോൾ ദൈവത്തിന് എന്തോ, ഇവരിത് ചെയ്തപ്പോൾ എന്താണ് ദൈവത്തിനുണ്ടായ ഫീലിംഗ്? 19-ാം അധ്യായം, സ്തോത്രം, 17-ാം വാക്യം എന്താ എഴുതിയിരിക്കുന്നേ? ദൈവത്തെ എതിരേൽപ്പാൻ മോശ ജനത്തെ പാളയത്തിൽ നിന്ന് പുറപ്പെടുവിച്ചു. അവർ പർവ്വതത്തിന്റെ അടിവാരത്ത് നിന്നു. യഹോവ തീയിൽ സീനായി പർവ്വതത്തിൽ ഇറങ്ങിയാൽ അത് മുഴുവനും പുക കൊണ്ട് മൂടി. അതിന്റെ പുക തീച്ചൂളയിലെ പുക പോലെ പൊങ്ങി. പർവ്വതമൊക്കെ ഏറ്റവും കുലുങ്ങി. കാഹളധ്വനി ദീർഘമായി ഉറച്ചുറച്ചു വന്നപ്പോൾ മോശ സംസാരിച്ചു. ദൈവം ഉച്ചത്തിൽ അവനോട് ഉത്തരമരളി. യഹോവ സീനായി പർവ്വതത്തിന്റെ കൊടുമുടിയിൽ ഇറങ്ങി. കണ്ടോ? യഹോവ മോശയുമായിട്ടുള്ള സംസാരം. നിങ്ങൾ ആ വാക്യം നോക്കിയേ. യഹോവ മോശയെ പർവ്വതത്തിന്റെ കൊടുമുടിയിലേക്ക് വിളിച്ചു. മോശ കയറി ചെന്നു. യഹോവ മോശയോട് കൽപ്പിച്ചെന്ന് ജനം നോക്കേണ്ടതിന് യഹോവയുടെ അടുക്കൽ കടന്നു വന്നിട്ട്
അവരും പലരും നശിച്ചു പോകാതിരിപ്പാൻ നീ ഇറങ്ങിച്ചെന്ന് അവരോട് അമർച്ചയായി കൽപ്പിക്കുക. കണ്ടോ ദൈവമക്കളെ? സ്തോത്രം. എന്താ കൽപ്പിക്കേണ്ടതാ? യഹോവയെ അടുക്കുന്ന പുരോഹിതന്മാരും യഹോവ അവർക്ക് ഹാനി വരുത്താതിരിക്കണമെന്ന് തങ്ങളെ തന്നെ ശുദ്ധീകരിക്കട്ടെ. ഒരു ശുദ്ധീകരണം ജീവിതത്തിനകത്തുണ്ടാകാൻ ദൈവം വളരെ ആഗ്രഹിച്ചു. മോശയുടെ സ്തോത്രം അറിവിനൊത്തവും ദൈവത്തിന്റെ ജ്ഞാനത്തിനൊത്തവണ്ണും മോശ ദൈവസന്നിധിയിൽ ഇടിവിൽ നിന്നു, പക്ഷേ പരാജയപ്പെട്ടു. ഹല്ലേലൂയ. ഇന്ന് രാത്രി കാലം മോശ ഒരു നിഴലാണെങ്കിൽ കർത്താവായ യേശുക്രിസ്തു ഒരു പൊരുളാ. നമ്മൾക്ക് വേണ്ടി കർത്താവായ യേശുക്രിസ്തു താണവ ലോകത്തിലേക്ക് വന്നതാ നമ്മൾക്ക് വേണ്ടി. മോശ പഴയ കാലഘട്ടത്തിൽ ജനത്തിനു വേണ്ടി ഇടിവിൽ നിന്ന് ദൈവം മക്കളെ, ഈ ദിവസങ്ങൾ ദൈവാത്മാവ് എന്നോടും നിങ്ങളോടും ശക്തമായി ഇടപെടുക. ഞാനും നിങ്ങളും അതും ഇതും നോക്കി എന്റെയും നിങ്ങളുടെയും നിത്യ നഷ്ടപ്പെടാതെ വിളിച്ചതും കർത്താവാ, എന്നാൽ ഇടിവിൽ നിന്നതും മോശയാ. പക്ഷേ സ്തോത്രം, ജനം മോശയെ നോക്കി, ജനം വിളിച്ച ദൈവത്തെ നോക്കിയില്ല. ഇന്ന് രാത്രി കാലം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിനകത്ത മോശയെ നോക്കാതെ സ്തോത്രം ദൈവത്തെ നോക്കുക. മോശ എന്ത് ചെയ്തു? ഇടിവിൽ നിന്നു. ദൈവജനം ഇടിവിൽ നിന്നു. പക്ഷെ ദൈവത്തെ എന്ത് ചെയ്തില്ല? നോക്കിയില്ല. വിളിച്ച ദൈവത്തെ, ഞെരുക്കിക്കളഞ്ഞ, സകലതും വിട്ടിറങ്ങിയ, സ്തോത്രം ഹല്ലേലൂയ, വിടുവിച്ച ദൈവത്തെ നോക്കിയില്ല ദൈവം. ഇത് മുഖാന്തരം എന്തോ പറ്റി? സ്തോത്രം. വേഗം നമുക്ക് വാക്യത്തിലേക്ക് വരാം. സ്തോത്രം. യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം. വായിക്കാം. യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, ജനം പാപം ചെയ്തു. സ്തോത്രം. ജനം ദൈവത്തിൽ നിന്ന്, ഇസ്രായേൽ മക്കളിൽ നിന്ന് സ്തോത്രം ദൈവം അകന്നു മാറി. അവർ പാപം നിമിത്തം നോക്കിയേ. യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം എന്താ എഴുതിയിരിക്കുന്നതാ? ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ. മോശ ദൈവത്തിന്റെ സ്ഥലത്തേക്ക് കയറിപ്പോയി. സ്വന്തം കൈപ്പട കൊണ്ടാ കൽപ്പനയിൽ 10 കൽപ്പനകളാ. സ്തോത്രം ജീവിതത്തിന്റെ ക്രമീകരണങ്ങളാ. ദൈവമക്കളെ എല്ലാം കർത്താവ് ദൈവം അടുത്തു നിന്നാ എഴുതിപ്പിച്ചു മോശയ്ക്ക്. ആർക്കു വേണ്ടിയാ? ജനത്തിനു വേണ്ടി. ദൈവം അടുത്തു വന്ന് മോശയുടെ അടുത്ത് എഴുതിപ്പിച്ചു. ആ കൽപ്പലക എഴുതി തിരിച്ചു വരുന്ന സമയത്തേക്കാ അവർ വീണ്ടും പാപത്തിലേക്ക് പോയി. എന്നാൽ പുതിയ നിയമസഭയിൽ കർത്താവായ യേശുക്രിസ്തു എനിക്കും നിങ്ങൾക്കും വേണ്ടി കാൽവറിയിൽ മരിച്ചു, അടക്കപ്പെട്ടു. നമ്മൾക്ക് വേണ്ടി യോഹന്നാനിലൂടെ ഒരു വാക്യം പറഞ്ഞു. ഏതാണ് ആ വാക്യം? യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം 3-ാം വാക്യം. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന നിങ്ങളെ എന്റെ അടുത്ത് ചേർത്തുകൊള്ളും. പിന്നെയും യേശു വരുമ്പോൾ ഞാനും നിങ്ങളും ഒരുങ്ങിയിട്ടുണ്ട്. ഇതാണ് ഈ മെസ്സേജിന്റെ ദൈവം നമ്മളോട് ചോദിക്കുന്ന ഒറ്റ കാര്യം. ഞാനും നിങ്ങളും ഒരുങ്ങിയിട്ടുണ്ട്. ദൈവവചനപ്രകാരം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിനകത്ത് ഒരു ഒരുക്കം പ്രാപിച്ചു. കർത്താവിരിക്കുന്ന ഇടത്ത് ഇസ്രായേൽ ജനത്തെ പോലെയാണോ നമ്മൾ? നമ്മുടെ ജീവിതത്തിനകത്ത് മറുതലിപ്പാണോ? ദൈവം ഞെരുക്കിയെടുത്തുന്ന, ഇടുങ്ങിയെടുത്തുന്ന, ആർക്കും വിടുവിക്കാൻ കഴിയാത്തടുത്ത് നസറനായ യേശുക്രിസ്തു നമ്മുടെ കരച്ചിന് മുമ്പിൽ ചില അഭിഷിക്തന്മാരെ വിട്ട, ചില വ്യക്തി ജീവിതങ്ങളെ വിട്ട, നമ്മുടെ മാതാപിതാക്കളിലൂടെ നമ്മൾ രക്ഷിക്കപ്പെട്ടില്ലേ? എന്നാൽ ഇന്നും നമ്മൾ പഴയ രീതിയിലാണോ ദൈവം മക്കളെ? എന്നോടും നിങ്ങളോടും വ്യക്തമായി ദൈവാത്മാവ് ചോദിക്കുകയാണ്, എവിടെയാ നമ്മൾക്ക് പരാജയപ്പെട്ടെ? വീണ്ടും നമ്മൾ പഴയതിലേക്കാണോ? കർത്താവിനെയും വേഗം വരും. മോശ ഇറങ്ങി വന്നപ്പോൾ ജനത്തിന്റെ പാപവും ജനത്തിന്റെ സ്തോത്രം വിഗ്രഹങ്ങളുടെ ആരാധനയും കണ്ട
മോശ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആമീൻ, ആമീൻ, സ്തോത്രം. സകലതും തച്ചുടച്ചതായി കാണാൻ കഴിയുന്നുണ്ട്. ഇന്ന് രാത്രി കാലം ദൈവം നമ്മൾക്ക് വേണ്ടി, ക്രിസ്തു ദൈവമക്കളെ, ഭർത്താവ് കൊടുത്തിട്ടില്ല രക്തം കേട്ടോ, ഭാര്യ കൊടുത്തിട്ടില്ല രക്തം കേട്ടോ, മക്കള് കൊടുത്തിട്ടില്ല രക്തം കേട്ടോ. ചുമ്മാ നമ്മളൊരു ലാഘവത്തോടെ ഇരിക്കരുതോ. എന്റെയും നിങ്ങളുടെയും ആയുസ്സിനൊരു വില, ആമീൻ, ദൈവസ്ഥന് ഒരു കണക്കുണ്ട്. എന്റെയും നിങ്ങളുടെയും ആത്മാവിന് ദൈവസ്ഥന് ഒരു വിലയുണ്ട്. ഇതിനകത്ത് വന്നിരിക്കുന്ന ഒരു ദൈവമക്കളും ആമീൻ വിലയില്ലാത്തവരല്ല. ഒരുപക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിനകത്ത് വില കാണത്തില്ല, ദേശക്കാരുടെ മുമ്പിൽ വില കാണത്തില്ല, ചുറ്റുപാടുമുള്ളവരുടെ മുമ്പിൽ വില കാണത്തില്ല, മക്കളുടെ മുമ്പിൽ ചിലപ്പോൾ നിങ്ങൾക്കൊരു വില കാണത്തില്ല. പക്ഷെ ഇന്ന് രാത്രി കാലം ആമീൻ ഇതിനകത്ത് കടന്നു വന്ന ദൈവത്തിന്റെ ജനമേ, ക്രിസ്തുവിന്റെ രക്തമാണ്. ആ രക്തം കൊടുത്ത എന്നെയും നിങ്ങളെയും വീണ്ടെടുത്ത ഇന്ന് രാത്രിയിൽ ഇവിടെ ഇരിക്കുമ്പോൾ എത്ര പേർക്ക് കഴിയാൻ കർത്താവേ, അങ്ങ് വരുമ്പോൾ കണ്ണടയ്ക്കാം. സ്തോത്രം. ദൈവസ്ഥനിൽ സമർപ്പിക്കാം. നിങ്ങൾക്ക് വീഡിയോ ഓഫ് ചെയ്യണേ ഓഫ് ചെയ്യാം. ആയിരിക്കുന്ന സമയം നിങ്ങൾക്ക് ആരാധിക്കണേ ആരാധിക്കാം, കരയണേ കരയാം, ഏറ്റു പറയണേ ഏറ്റു പറയാം. ഒന്നും ദൈവസ്ഥന് ഒരു തടസ്സമല്ല. ഇന്ന് രാത്രി കാലം ജീവിതത്തിനകത്ത്, നമ്മുടെ ജീവിതത്തിനകത്ത് പ്രിയരെ, ഈ 66 പുസ്തകത്തിനകത്ത് ഇത് ആഴക്കടൽ, ഇതിനകത്ത് ഒത്തിരി മർമ്മങ്ങളുണ്ട്. വചനം പറയുന്നു, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. ഇതിനകത്തെ ഓരോ വാക്കും ദൈവമാ. എനിക്കും നിങ്ങൾക്കും അതനുസരിക്കാൻ ഞാനും നിങ്ങളും ബാധ്യസ്ഥര. പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ഒരുപോലെ ന്യായാസനത്തിന്റെ മുമ്പാകെ നമ്മൾ ഒന്നിച്ചു നിൽക്കേണ്ടവരാ. അന്ന് ആമി സ്തോത്രം, പ്രസംഗിച്ചിട്ട് കൊള്ളരാത്തവരായി തീരാതെ, തങ്ങളെ തന്നെ ചതിക്കാതെ, ഞാനും നിങ്ങളുടെ ഒപ്പം നിന്നുകൊണ്ട് ഈ വചനത്തിന് നമ്മൾ സമർപ്പിച്ച് നമ്മൾ ഒന്നാന്നോ. നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി തെറ്റ് വന്നില്ലേ? നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി കുറവ് വന്നില്ലേ? നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി പരാജയം വന്നില്ലേ? നമ്മൾ ഒത്തിരി പേര് പറയുന്നവരാ, നമ്മൾക്ക് ഒത്തിരി മഹത്വം പറയാൻ കാണും. പക്ഷെ ഇന്ന് രാത്രി കാലം ദൈവവും നീയുമായിട്ട് അടുത്തു നിന്നേ. നിന്നെ കിട്ട ദൈവത്തിന്റെ മാർക്കത്ര, എനിക്കിട്ട ദൈവത്തിന്റെ മാർക്കത്ര. ദൈവമക്കളെ, വേണ്ടവണ്ണം നമ്മൾ ഒരുങ്ങിയോ? ദൈവം പോയ സ്ഥലത്ത് ആമേ സ്തോത്രം, നമുക്ക് സ്ഥലമൊരുക്കാൻ പോയേക്കുക. പോയിട്ട് തിരികെ വരുമ്പോൾ വിശ്വാസം കണ്ടെത്തും. ഞാനും നിങ്ങൾ ഒരുക്കുക. നമ്മൾ ഒരുങ്ങിയോ? വേണ്ടവണ്ണം ഒരുക്കിയോ? മറ്റുള്ളവരെ ഒരുക്കുമ്പോഴും നമ്മൾ ഒരുങ്ങിയോ? നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബം ഒരുങ്ങിയോ? നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരുങ്ങിയോ? ഇന്ന് രാത്രി കാലം വ്യക്തിപരമായി നമ്മളോട് ദൈവാത്മാവ് ചോദിക്കുമ്പോൾ, തടസ്സങ്ങൾ, സഭാപാസ്റ്ററെ ദ്രോഹിച്ചത്, അവരുടെ കുറ്റം പറഞ്ഞത്, വിശ്വാസികളെ സ്തോത്രം ദ്രോഹിച്ചത്, അവരുടെ കുറ്റം പറഞ്ഞത്, അപ്പനമ്മമാരെ അനുസരിക്കാഞ്ഞത്, അവരെ ദ്രോഹിച്ചത്, ചുറ്റുപാടുമുള്ളവരോട് ദ്രോഹിച്ചത്, പല രീതിയിലായിരിക്കാം. ദൈവത്തിന്റെ സന്നിധിയിൽ ഏതാ പാപമെന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ല. ദൈവാത്മാ സ്ക്രീനിൽ തെളിയിക്കുന്നത് പോലെ നിങ്ങളുടെ ഹൃദയത്തിൽ കൊണ്ടുവരിക. ഒന്നിച്ച് തിരുവത്താഴം എടുക്കാൻ കഴിയാത്ത അവസ്ഥ പോലെ പാപക്കരം നിറഞ്ഞു നിൽക്കുക. പരാജയത്തിന്റെ ഉറവിടുക നമ്മുടെ ജീവിതത്തിനകത്ത്. പുറമേ നമ്മളെല്ലാം വിശ്വാസികളാണെന്ന് പറയും, അകത്തളത്തിൽ പാഴായ വിശ്വാസമില്ലാതെ, വിശ്വാസം നഷ്ടപ്പെട്ട്, പ്രത്യാശ നഷ്ടപ്പെട്ട് പാപത്തിന്റെ പടുകുഴിയിലേക്ക് പോകുമ്പോൾ നാം മടങ്ങി വരുന്നു. എന്റെ ജീവിതത്തിൽ ഒരു ക്രമീകരണം എനിക്ക് വേണം. മറ്റുള്ളവരെ ആരെ നമ്മൾ നോക്കണ്ട കേട്ടോ, മറ്റുള്ളവരെ ആരെ നമ്മൾ നോക്കണ്ട. അവനവൻ ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്ക പ്രതിഫലം നമുക്ക് ഓരോരുത്തർക്കും പ്രാപിപ്പാൻ. ആരുടെ മുമ്പിൽ നമ്മൾ നോക്കണ്ട. നമ്മളെ വിളിച്ച ദൈവം വ്യത്യസ്തമായ എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കുന്നത് എന്റെ ജീവിതത്തിലെ വഴികളിലൂടെ അല്ലായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലെ വഴിയിലൂടെ ദൈവം നടത്തിയത്. നിങ്ങളെ വ്യത്യസ്തമായിട്ടാ. ഇന്ന് ഉപവാസത്തിനകത്ത് നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ, നമ്മൾ ഒന്നിച്ച് ദൈവസ്ഥനെ ഇരിക്കുമ്പോൾ, നമ്മുടെ അപ്പൻ ആഗ്രഹിക്കുന്നു
അപ്പനിരിക്കുന്ന സ്ഥലത്ത് മോശെ ഇറങ്ങി വന്നപ്പോൾ അവന്റെ ഹൃദയം പടഞ്ഞു കാണും, അവൻ ഒത്തിരി ദുഃഖിച്ചു കാണും, ഒത്തിരി കരഞ്ഞു കാണും. എന്നാൽ കർത്താവ് നമുക്ക് വേണ്ടി വില കൊടുത്തു, രക്തം കൊടുത്തു. ഇരിക്കുന്ന സ്ഥലത്തേക്ക് നമ്മളെ കൊണ്ടുപോകാൻ വരുമ്പോൾ ഒന്നും കൊടുത്തില്ലേലും നമ്മുടെ ആത്മാവ് തമ്പുരാന്റെ സന്നിധി ഏൽപ്പിക്കാൻ, നമുക്ക് തന്നെ പ്രാഗൽഭ്യമുള്ളവരാക്കി തീരുവാൻ നമ്മളെ തന്നെ സമർപ്പിക്കാം. ഒന്ന് ഏൽപ്പിച്ച്, അപ്പായേ, അപ്പ നമ്മൾ അടുത്തു വന്ന് പറയുക, നമ്മളെ ഒത്തിരി അപ്പ സ്നേഹിക്കുന്നു, നമ്മളെ നിത്യതയെ കൊണ്ടുപോകാൻ അപ്പ ആഗ്രഹിക്കുന്നു, അപ്പന്റെ മാറോടിരുത്താൻ നമ്മളെ ആഗ്രഹിക്കുന്നു. അപ്പനതിനായി കൊതിക്കുന്നു. നമ്മളോട് ചോദിക്കുക, നീ അതിനായി ഒരുങ്ങി? ഞാൻ അതിനായി ഒരുങ്ങിയോ? നമുക്ക് ഏൽപ്പിക്കാം. നിത്യനായതേമേ, സ്വർഗീയ നല്ല പിതാവ്, ശബ്ദനാഥനാജനാധികാരഗതഘടക ദീപാരഭക്ഷൗടാരഗതഘടകസ്യ അധനാജനാധികാരഗതഘടകസ്യ വൈഷമനാഥനാജനാധികാരഗത. അതേ കർത്താവ്, ഇനി ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരുക്കമുണ്ട്. ഇനി ഞങ്ങൾക്ക് ശുദ്ധീകരണം വേണം. ഞങ്ങളുടെ കുടുംബത്തിനകത്തൊരു ശുദ്ധീകരണം, ഞങ്ങളൊരു ശുദ്ധീകരണം, ഞങ്ങളുടെ തലമുറയിലൊരു ശുദ്ധീകരണം, ഞങ്ങളുടെ സഭയിലൊരു ശുദ്ധീകരണം. ദൈവഹിത പ്രകാരം ഒരു ജീവിതം നൽകി ഞങ്ങളെ തന്നെ സമർപ്പിക്കുക, ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുക. ഞങ്ങൾ ഇന്നും പരാജയപ്പെട്ട, ഞങ്ങൾ ഇന്നും ജീവിതത്തിനകത്ത് തെറ്റുകുറ്റങ്ങൾ വന്നു, ഞങ്ങളുടെ നോട്ടത്തിൽ, ഞങ്ങളുടെ ചിന്തയിൽ, ഞങ്ങളുടെ കൊടുക്കൽ വാങ്ങൽ, മറ്റുള്ളവരെ വേദനിപ്പിച്ചത്, കള്ളം പറഞ്ഞത്, കുറ്റം പറഞ്ഞത്, സ്തോത്രം, മറ്റുള്ളവരെ വെടക്കുകൾ നെണ്ണിയത്, ഞങ്ങളുടെ ജീവിതത്തിൽ നിസ്സാര എന്ന് പറഞ്ഞാലും ന്യായാധിപന്റെ മുമ്പിൽ നിൽക്കുക. ഞങ്ങളെ ദിവസം ഒരുക്കണം, ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിന് ഞങ്ങളുടെ മേലാഴമായി ഒരു ശുദ്ധീകരണം തരണം, ഒരു വിശുദ്ധ ഹൃദയം ഞങ്ങൾക്ക് തരണം. ദൈവം ഞങ്ങളെ ഒരുക്കണം. ദൈവമക്കളെ കർത്താവ് അനുഗ്രഹിക്കും. പ്രാർത്ഥനകൾക്കായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.